ഹലോ, ഞാൻ സുനി സജയ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റർ ഓപ്പോസിറ്റ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും തന്ന് തൃപ്തി വരുത്തട്ടെ. ഇതൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമില്ലേ? മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശിൽ പ്രശസ്തരാകണമെന്ന് ആഗ്രഹമില്ലേ? എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ പഠിക്കുക, ക്രിസ്തുവിനെ റോൾ മോഡലാക്കുക. അപ്പോൾ ഭൂമിയിൽ യേശുവിനെയും കൊണ്ട് ജീവിക്കാം, നിത്യജീവൻ്റെ ഉടമയാകാം. ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശിൽ പ്രശസ്തരുമാകും. അപ്പോൾ ഭയങ്കര അനുഗ്രഹമല്ലേ? അപ്പോൾ ഇന്ന് വായിക്കുന്നത് അത് തന്നെയാട്ടോ. ഇതിൻ്റെ ഈ അധ്യായം ആദ്യം വഴി വായിച്ചോട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെന്നാട്ടോ വായിക്കണേ. എഫേസ്യർ 2 ഇന്ന് എന്നോട് ദൈവം രാവിലെ സംസാരിച്ചു. എഫേസ്യർ 2:4. എന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോടുള്ള അതിരറ്റ സ്നേഹം മൂലം അതിക്രമങ്ങൾ ചെയ്ത് മരണമടഞ്ഞിരുന്ന നമ്മെ എന്ന് വെച്ചാൽ അതിക്രമങ്ങളും പാവങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവിൽ മരിച്ചവരാകും. അപ്പോൾ കരുണാസമ്പന്നനായ ദൈവമോ അപ്പോൾ നമ്മളെ നശിച്ചു കെട്ട് കിടന്നിരുന്ന നമ്മളെ ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പിച്ചു. ആമേൻ. അപ്പോൾ യേശു ക്രിസ്തുവിനെ കിട്ടുമ്പോൾ നമുക്ക് ജീവൻ വയ്ക്കുക. യേശുവിനെ പഠിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വളരുക. ആ മരിച്ചു കിടന്ന ആ മരിച്ച അവസ്ഥയിൽ നിന്നൊക്കെ പുനർജീവനം കിട്ടും കേട്ടോ. ക്രിസ്തുവിനോടൊപ്പം ജീവിച്ചു. കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മിടുക്ക സാമർഥ്യമൊന്നുമല്ല. ദൈവം നമ്മളെ കണ്ട് പിന്നെ നമ്മുടെ മക്കൾ എന്തോരം തെറ്റ് ചെയ്താലും പിന്നെ ഒരു ഹൃദയം അവർ രക്ഷപ്പെടണം, അവർ നന്നാക്കണം. നമ്മുടെ ഹൃദയം അപ്പഴും നമ്മുടെ മക്കളിലല്ലേ. ദോഷികളായ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിതാവായ ഞാൻ എത്രയധികം. ദൈവം ക്രിസ്തുവിനോടൊപ്പം നമ്മെ ഉയർപ്പിച്ച സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊത്തിരുത്തി. അതേ യോഹന്നാൻ 17 അധ്യായത്തിൽ വായിക്കണ്ടേ. യേശുമ്പരാൻ്റെ കർത്തൃ പ്രാർത്ഥനയാ. അതിലിതാ യേശുമ്പരാൻ പറഞ്ഞ എന്നെ അവരെൻ്റെ കൂടെ തന്നെ ഇരിക്കണമെന്ന്. അപ്പം അത് ദൈവം അത് സാധിച്ചു തന്നു നമുക്ക്. ദൈവം ക്രിസ്തുവിനോടൊപ്പം നമ്മെ ഉയർപ്പിച്ച സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊത്ത് ഇരുത്തി. ദൈവം തൻ്റെ കാരുണ്യത്തിൽ ക്രിസ്തു യേശുവിലൂടെ നമ്മോട് പ്രദർശിപ്പിച്ച അളവറ്റ കൃപാസമൃദ്ധി വരും യുഗങ്ങളിലും കാണിച്ചു കൊടുക്കേണ്ടതിനായിരുന്നു ഇത്. അപ്പം നമ്മളിൽ കൂടി യേശുവിനോടുള്ള അതിരറ്റ വാത്സല്യത്തിൽ, സ്വന്തം മകനോടുള്ള സ്നേഹത്തിലാണ് ആ പേരക്കിടാവിനെ കാണുന്ന പോലെ നമ്മളെ കാണുന്നത്. ആ യേശുമ്പരാൻ നമുക്ക് വേണ്ടി മരിച്ച് ജീവൻ തന്ന് നമ്മളെ വീണ്ടെടുത്തേക്കണേ. അപ്പം യേശുവിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ പേരക്കിടാവാണ് പിതാവായ ദൈവത്തിന്. അപ്പം നമ്മുടെ ആ പാപങ്ങളും അകൃത്യങ്ങളും അതിരറ്റ സ്നേഹത്തിൽ അങ്ങ് ദൈവം മാറ്റി കളഞ്ഞിട്ടാണ് നമ്മളെ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തുവാണ്. അതിനുള്ള വല്ല യോഗ്യതയുണ്ട്. എനിക്ക് യോഗ്യതയില്ലായിരുന്നു കേട്ടോ. എൻ്റെ അപ്പ എല്ലാം കൃപയാലാ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ഭാഗ്യം കിട്ടിയേക്കണം. യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള വിശ്വാസത്താൽ നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയത് കേട്ടോ. ഇത് നിങ്ങളുടെ നേട്ടമൊന്നുമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇവിടെ എടുത്തു പറയുക, ഇത് പ്രവൃത്തികളുടെ ഫലമല്ല. അതിനാൽ ആത്മപ്രശംസയ്ക്ക് വകയില്ല. ഞാൻ അത് ചെയ്തു, ഞാൻ അവിടെ അത് ചെയ്തു, ഇത് ചെയ്തു, അത് കാരണമാണ് എനിക്ക് നന്മ വന്നത്, എനിക്കിതൊക്കെ കിട്ടി. അതൊന്നും അല്ല കേട്ടോ. ദൈവത്തിൻ്റെ കൃപയാല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാത്ത നന്മ എന്നാ? ദൈവം തന്നേക്കണമൊക്കെ വെച്ച് ദാനധർമ്മമൊക്കെ ചെയ്തിട്ട് ഞാൻ ദൈവത്തെ പോലെ, ഞാൻ ദൈവമാണ്, ഒരാൾ തന്നതാണ്, ഇതിൻ്റെ എല്ലാം മഹത്വം ആ ദൈവത്തിന് കൊടുക്കണം. നമുക്കുള്ളതെല്ലാം ദൈവം തന്നേക്കണം. നമ്മളൊരു കാര്യസ്ഥന, വെറും കയ്യാ വന്നു, വെറും കയ്യാ തിരിച്ചു പോകണം. അപ്പം നമുക്കൊക്കെ അങ്ങനെ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന ദൈവജനായി മാറാം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുടിയുടെ നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ മുടിയൊക്കെ ഇപ്പം ഇന്ന് കഴുകിയിട്ട് ആഴ്ചയിൽ 1-2 വട്ടം കഴുകുള്ളൂ. കഴുകുമ്പോൾ ഞാൻ ആഫ്റ്റർ കെയർ ഷാമ്പു ഇങ്ങനെ, അത് മോയ്സ്ചർ കിക്കിൻ്റെ ഷാമ്പു അഥവാ മോയ്സ്ചറൈസർ ഡ്രൈനെസ് ഉണ്ടാവില്ല, അത് ഞാൻ തലയായിട്ട് നേരിട്ടിച്ചിട്ട് ഇങ്ങനെ തേക്കും. ഇങ്ങനെ ആഴ്ച 2 ദിവസമല്ലേ കഴുകുള്ളൂ, അത് തലയൂട്ടിയിലെ മണമൊക്കെ പോകാൻ. അധികം ഷാമ്പു എടുക്കൂല, എന്നാലും അതുകൊണ്ട് പദം കൊണ്ടൊക്കെ മുടി ഇങ്ങനെ കഴുകി തോർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഫ്റ്റർ കെയർ ഹെഡ് മസാജ് ചെയ്യുന്ന ക്രീം ഇട്ട് ഞാൻ തലയൊന്ന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മുടിയേലും ഇങ്ങനെ അതിടും. കാരണം എന്ന് വെച്ചാൽ എണ്ണ തേക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ നന്നായിട്ട് മുടിയേലും മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് തല കഴുകി ഉണങ്ങുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. എനിക്കിപ്പോൾ ഈയിടെ ഇച്ചിരി മുടിക്ക് പൊട്ടൽ വന്നിട്ടുണ്ടെന്ന് ഈ പിള്ളേർ പറഞ്ഞത്. ഇപ്പം എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. മൾട്ടി വിറ്റാമിൻ കുറേ നാളായി എടുത്തിട്ട്. അപ്പോൾ മൾട്ടി വിറ്റാമിൻ ഇപ്പോൾ കഴിച്ചു തുടങ്ങി. സിങ്കോവൈറ്റൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ നമുക്ക് മുടിയുടെ പൊട്ടൽ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുക, D3 കുറയുമ്പോൾ അങ്ങനെ വരും. മൾട്ടി വിറ്റാമിൻ ഇടയ്ക്കിടയ്ക്ക് സിങ്കോവൈറ്റ്, ബയോട്ടിൻ ഫുഡ് കഴിച്ചാൽ മാത്രം ഇങ്ങനെ എല്ലാം അബ്സോർബ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കഴിക്കണം. അപ്പം നമുക്കിടെ ഹെൽത്ത് ആട്ടോ. ഈ കരാട്ടിനൊക്കെ ഒരു ഓർഗാനിക് സംഭവമാണ്. അത് ചെയ്തിടണമെന്ന് പറഞ്ഞാൽ ഒരു കവറിങ്ങാണ്.
പൊട്ടിയ മുടിയൊക്കെ ഇങ്ങനെ കരാട്ടിന് ഇങ്ങനെ ഇതിപ്പോൾ എൻ്റെ കളർ ചെയ്തപ്പോൾ ഇങ്ങനെ ഫ്രിസി ആയിട്ടിരുന്ന കേട്ടോ, ഇങ്ങനെ പരുവരൂന്ന്. അത് കരാട്ട് ചെയ്തപ്പോൾ സോഫ്റ്റാണ്. അതെന്ന് വെച്ചാൽ കവർ ചെയ്യുക, അല്ലാണ്ട് ഇതിൻ്റെ നേച്ചർ മാറ്റണില്ല. പണ്ടൊക്കെ ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റനിങ് എന്നൊക്കെ പറഞ്ഞത് കെമിക്കലായിരുന്നു. അത് ഇതിൻ്റെ ഘടന മാറ്റും, അതിൻ്റെ എല്ലിനെ ഇങ്ങനെ ഒടിച്ചിടും, പിന്നെ അത് എഴുന്നേക്കൂല. കരാട്ടി എന്ന് പറഞ്ഞ ഒരു കവറിങ്ങേ ഉള്ളൂ, ഓർഗാനിക്കാ. അതിങ്ങനെ നമ്മൾ അയണിങ് മെഷീനിൽ ആദ്യം ഒരു 15 ട്രിപ്പ് ഇങ്ങനെ അയൺ ചെയ്യും, പിന്നെ ഒരു 15 ട്രിപ്പ് അയൺ ചെയ്ത് തേച്ച് പിടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ടാണ് വരണേ. അല്ലാണ്ട് അതിന് എങ്ങനെ നമുക്കിടെ ഇതിൻ്റെ ബോണ്ട് തകർക്കണ ശക്തിയൊന്നുമില്ല. അപ്പോൾ അത് കഴുകി കഴിയുമ്പോൾ നാച്ചുറലിലേക്ക് വരും. പിന്നെ തലേന്ന് വെളുത്ത് വന്നത് ഏത് മനുഷ്യൻ്റെ നാച്ചുറലായിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ ഇത്ര നാൾ കഴിയുമ്പോൾ പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണ്ടത്തെ പോലെ ഫ്രസി ഹെയർ വരില്ല. ആഫ്റ്റർ കെയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടി വിറ്റാമിനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണ്ടത്തെ പോലെ മുടി ഉണ്ടാവും കേട്ടോ. എനിക്ക് എൻ്റെ മുടിയിൽ എനിക്ക് തൃപ്തിയാണ്. എനിക്ക് ആവശ്യത്തിനുള്ളൊക്കെ ഉണ്ട്. എനിക്കിത് ഉണക്കാൻ തന്നെ 3/4 മണിക്കൂർ 1 മണിക്കൂർ വേണം ഡ്രയർ. അല്ല, എനിക്ക് ഡ്രയർ വെച്ചാൽ പെട്ടെന്ന് കഴിയാൻ ഉണക്കും. എനിക്ക് നീർക്കെട്ട് കയറുമെന്നൊക്കെ പേടിയാണ്, തണവ് ഇങ്ങനെയൊക്കെ വീടെവിടെയൊക്കെ അങ്ങനെ. അപ്പോൾ കുറേ കാലമായി ഡ്രയർ വെച്ച് ഉണക്കോളൂ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കഴുത്ത് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഡ്രയർ വെച്ച് ഉണക്കിയാൽ മതി. മുടി കൂളിങ്ങും ഉണ്ടല്ലോ, ഡ്രയറിൽ ചെറു ചൂടുന്ന ഡ്രയർ വെച്ച് ഉണക്കി മുടി പോകുന്നൊക്കെ ചുമ്മാ വിഡിത്തങ്ങളാട്ടോ. നിങ്ങളൊന്ന് ഉണക്കി നോക്കും, ഒരു മുടിയും പോകില്ല. അമിത ചൂടൊന്നും വേണ്ട. അത് കഴിഞ്ഞൊരു കൂളിങ്ങും ഉണ്ട്, ആ കൂളിങ്ങോടെ ഒന്നും കിട്ടാൽ മതി. അപ്പോൾ സെറ്റ് ആയിക്കോളും. അപ്പോൾ മുടി ചെയ്യാൻ എല്ലാവരും വായോ. നമ്മൾ ചെയ്യണത് കരാട്ടിലെ നാനോ ഫോഴ്സ് പ്ലാസ്റ്റി ബയോട്ടാനിസ് ആണ്. ഏറ്റവും അപ്ഡേഷനും നല്ല റിസൾട്ടും കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ വാ. നമുക്ക് ലക്ഷറി ഫേഷ്യലുണ്ട് സെർനേറ്റിൻ്റെ. അതെന്ന് പറഞ്ഞാൽ സിറം കൊണ്ട് മാത്രം ആ ഫേഷ്യൽ ഭയങ്കര ചേഞ്ച് വരും കേട്ടോ. ലക്ഷറി ഫേഷ്യല് അതൊന്ന് ഇടയ്ക്ക് ഞാനൊരു 2 മാസം കൂടുമ്പോൾ ചെയ്യണം നോക്കാം. എൻ്റെ ഇച്ചിരി പിശക്കുണ്ട് കേട്ടോ, സ്വന്തം ബ്യൂട്ടി പാർലറായിട്ട് എല്ലാ മാസവും ചെയ്യാം. അപ്പോൾ 2 മാസം കൂടുമ്പോൾ ഓർഡിനറി ഒരു മാസം ഞാൻ അത് ചെയ്തിട്ട് പിന്നത്തെ മാസം ഒരു പേളിൻ്റെയൊക്കെ അരോമയുടെയൊക്കെ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം അങ്ങനെ. അപ്പോഴൊക്കെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഒരു പ്രായം കൂടുന്തോറും നമുക്കുടെ ഗ്ലാമറിന് വേണ്ടി നമ്മൾ പൊരുതണം. അപ്പോൾ നമുക്കല്ലെങ്കിൽ നമ്മൾ സ്കിന്നെല്ലാം ഡല്ലായി കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലോ. നമ്മൾ സുന്ദരികളായിട്ടിരിക്കണം. ദൈവം വസിക്കുന്ന വിശുദ്ധ മന്ദിരം, യേശുക്രിസ്തു വസിക്കുന്ന വിശുദ്ധ മന്ദിരം രാജകീയമായിട്ട് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ പിന്നെ എന്താ, അപ്പോൾ പിന്നെ പെഡിക്യൂറൊക്കെ ചെയ്താലും നല്ലതാട്ടോ. നഖത്തിനൊക്കെ ഇതും നമ്മൾ തന്നെ നഖം വെട്ടും ഇതൊന്നും നടക്കൂല. എല്ലാവരും ജീവിക്കട്ടെ, നമ്മളെ പണിയെടുക്കുക. അപ്പോൾ എന്നിട്ട് കാശ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോട്ടെ. പിന്നെ അപ്പോൾ എല്ലാത്തിനും വാ. നമുക്ക് ബ്രാൻഡഡ് എല്ലാ ഫേഷ്യലെന്ന് വെച്ചാൽ വലിയ ഫേഷ്യൽ അല്ലാത്ത മാംഗോ ഫേഷ്യൽ ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും അല്ലാത്ത ദിവസമൊക്കെ ഉണ്ട് കല്യാണത്തിന് പോകാനുള്ളവരും. കല്യാണ കൊച്ചിൻ്റെ ഫോട്ടോ ഇതിൽ കൂടെ ഇടാം കേട്ടോ, അതല്ലാണ്ട് ഇടണം. കല്യാണത്തിന് പോകാനുള്ളവരും ഒക്കെ ഒരുങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മുടിയൊക്കെ കെട്ടി മേക്കപ്പൊക്കെ ചെയ്ത് സാരിയൊക്കെ കൊടുത്ത് എല്ലാവർക്കും പണ്ടൊന്നും നന്നായിട്ട് ഒരുങ്ങിയിട്ടില്ല. മിക്കവരും കല്യാണത്തിന് പോലും ബ്യൂട്ടി പാർലറിൽ പോകാത്തവരാ. അപ്പോൾ നമുക്ക് നല്ലൊരു ഫോട്ടോസൊക്കെ നമ്മുടെ എടുക്കണ്ടേ. ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഒരുങ്ങിയ ഫാമിലി ഫോട്ടോ ഇപ്പോൾ എല്ലാവരുടെയും കാണുമ്പോൾ രാജകീയമായിട്ടാണ്. എല്ലാവരുടെയും ഈ ഫേസ്ബുക്കൊക്കെ വന്ന് ഒരു കണക്കിന് നല്ലതാണ്. എല്ലാവരും എടുക്കുമ്പോൾ എല്ലാവരും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാ ഫങ്ഷനൊക്കെ രാജകീയമായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ നല്ല രസം എല്ലാവരെയും കാണാൻ. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ അപ്പോൾ കല്യാണ ആലോചന തുടങ്ങുമ്പോൾ നമ്മൾ ഫാമിലി ഫോട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ദൈവമേ അത് നല്ല രസമല്ലേ. ഞാനോർക്കും ഉണ്ണിക്കുട്ടൻ്റെ കല്യാണത്തിനൊക്കെ മൂത്തവൻ്റെ അന്നപ്പോഴത്തേനും ഫാമിലി ഫോട്ടോ അങ്ങനെയൊന്നും ഒരു ഫങ്ഷനുകളൊന്നും വന്നില്ല. അവൻ പഠിക്കാനങ്ങ് പോയി, അവനൊന്നിനും വന്നൂല, അവൻ കൂടെ നിൽക്കണ വേണ്ടേ. എന്നിട്ട് പിന്നെ ഘട്ടമായിട്ടുള്ളതായിരുന്നു ഇട്ട് കൊടുത്തത്. അങ്ങനെയല്ല, അവൻ കൂടെ നിൽക്കണ ഇങ്ങനെ വല്ല ഫങ്ഷന് പോയിട്ടുള്ള ഒരു നല്ല ഫോട്ടോ എടുക്കാൻ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പം പിന്നെ അവൻ്റെ കല്യാണത്തിനോട് അനുബന്ധിച്ച് ഇപ്പം എപ്പോഴും ഫാമിലി ഫോട്ടോയാലോ എല്ലാ ഫങ്ഷനും. കുഞ്ഞുനാണെങ്കിൽ എപ്പോഴും ഫങ്ഷനുകൾക്കിടെ ആഘോഷം ഇഷ്ടമാണ്. എനിക്കും അതെ. അപ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഫങ്ഷനുകൾ വരട്ടെ. നമ്മൾ ഓരോ നിമിഷവും നമുക്ക് ക്രിസ്തുവേശുവിൽ സന്തോഷിപ്പിൻ ക്രിസ്തുവേശുവിൽ സന്തോഷിക്കുക. അപ്പോൾ ഇനി വീഡിയോസ് കണ്ടാലോ. അപ്പോൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. ഞാൻ സഞ്ജയ് രേവതി ബ്യൂട്ടി പാർലർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ. നനിക്കുട്ടിയോടൊപ്പാട്ടോ. നനിക്കുട്ടി ഞാൻ കല്യാണം ഒരുക്കിയ കൊച്ചാണ്, സൂപ്പർ സ്റ്റാർ ആണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാ യൂട്യൂബറാണ്, ന്യൂസിലൻഡിലെ വലിയ താരമൊക്കെ ആട്ടോ. ഞാൻ കല്യാണം ഒരുക്കിയപ്പോഴേ എൻ്റെ അമ്മയും ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും സുന്ദരി ആട്ടോ. അയ്യോ ഭയങ്കര അടിപൊളിയായിരുന്നു, എനിക്ക് വയ്യ. അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മള് കരാട്ടും ചെയ്യാൻ പോവാണ്. മുടി
കരാട്ടിൻ നാനോഫോഴ്സ്, കരാട്ടിൻ്റെ പേരാട്ടോ നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. അപ്പോൾ സിൽക്കി ഹെയറൊക്കെയാണ്. അപ്പോൾ കരാട്ടിൻ ചെയ്തിട്ട് കാണാം. നല്ല കണ്ടീഷനൊക്കെ ഇട്ടാണ് വന്നേക്കണേന്ന് ഉള്ളൂ. ഈ പുറത്തുനിന്ന് വരുന്നവരുടെ മുടി പിടിക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. അവർ നന്നായിട്ട് ഷാമ്പൂവും കണ്ടീഷൻ എണ്ണയൊന്നും അല്ലല്ലോ, കണ്ടീഷനൊക്കെ ഇട്ട് ഇറക്കണേ. അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെ ഇട്ട് പിന്നെ ആഫ്റ്റർ കെയർ ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്ത് വിറ്റാമിൻ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുടി പനങ്കല പോലെ ആവും കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര ഉള്ളൊന്നുമില്ലായിരുന്നു. അങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ ഭയങ്കര തിക്കുള്ള മുടി അല്ലാത്തത് അത്രയും തിക്കുമല്ല, കുറച്ച് ആ പണ്ടുണ്ടാകുന്ന ലെവലിൻ്റെ അടുത്തായിട്ട് വരുമെന്നുള്ളൂ, അങ്ങനെ വരും. അപ്പോൾ ആഫ്റ്റർ കെയർ ഒക്കെ പിന്നെ നമ്മളെപ്പോഴും D3 ഫോളോ അപ്പ് ചെയ്യണം. ഞാൻ D3 2 ആഴ്ചയായിട്ട് കഴിക്കാത്തതാണ്, എനിക്ക് പറ്റില്ല. D3യുടെ ആ ഇതിൽ ഭയങ്കര അത് വൈറ്റ് ഹെയർ ഒക്കെ വരും, പെട്ടെന്ന് വരും. അല്ലെങ്കിൽ ഒരു 50-55 വയസ്സാകുമ്പോൾ ശരിക്കും വൈറ്റ് ഹെയർ വരുള്ളൂ. അപ്പം നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കണം കേട്ടോ. അപ്പം നമുക്കിത് കണ്ടാലും റിസൾട്ട് കാണാം ദേശൻ്റെ ഹൃദയാൽ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഇതേ കുഞ്ഞിക്കൊടാപ്പികൾ 2 ഉണ്ടായിരുന്നു ഹെയർ മേക്ക് ഓവറിന്. ബ്യൂട്ടി പാർക്കൊക്കെ മറിച്ചു വെച്ച് അവന് ഉമ്മ കൊടുക്കലാണ് തൊഴിൽ എപ്പോഴും. അമ്മയ്ക്ക് അവൻ ഭയങ്കര സോപ്പിടില് കാരണ ഉമ്മ കൊടുത്ത് പഞ്ചാര അടിക്കും. ചക്കരയുടെ പേര് പറഞ്ഞപ്പോ കുഞ്ഞാറ്റ ഭയങ്കര യൂട്യൂബിലൊക്കെ എപ്പോഴും കുഞ്ഞാറ്റയുടെ ഡാൻസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചേച്ചിയുടെ എന്റെ കല്യാണത്തിന് മേക്കുമ്പോ തൊട്ടേ ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. എന്താ പറയാ, നമ്മള് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്റെ സ്വന്തം വീട് മോശമാണ്. അപ്പൊ വന്നു കഴിയുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്താണ് നമ്മൾ വരത്തുള്ളൂ. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന് എന്റെ ഹെയർ ഇച്ചിരി ഡാമേജ്ഡ് ആയിരുന്നു. അപ്പം എന്താണ് ചെയ്യേണ്ടത് ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഞാൻ എൻ്റെ സിസ്റ്ററുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് അല്ലേ, ചേച്ചി കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചേച്ചി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഐ എം സോ ഹാപ്പി, ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഒരു ചേട്ടൻ കുടുംബമായിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. 3 പേരും അമ്മ എല്ലാവരും നമുക്ക് തരാവുന്ന എല്ലാ ഹെൽപ്പും പണ്ട് മുതൽ ഇപ്പം കേട്ടോ. പണ്ട് മുതൽ നമുക്ക് ആ കുടുംബം നമ്മളോട് കൂടെയുള്ള കുടുംബം. അപ്പൊ യേശുവിന്റെ കൃപയാൽ അതിമനോഹരായി കാഴ്ച കാണാം. ഇതാണ് ചക്കര കയ്യൊന്ന് മാറ്റിക്കേ. അതേ ഉണ്ടോ, ഇത് പണ്ട് മുതലേ ഇങ്ങനെ സിൽക്കി ഹെയർ, വലിയ ഉള്ളൊന്നും ഇല്ലാത്ത മുടിയാ. ഇപ്പം ആ മുടി ഒന്ന് ന്യൂസിലൻഡിൽ വെച്ചാണ് കളർ ചെയ്തേ പിന്നെയാണ് ആ മുടിക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നതെന്നാണ് കൊച്ചു പറയണേ. കളർ ചെയ്താൽ മൊത്തത്തിൽ മുടിക്ക് അവർ ഇത് വിട്ട് ബ്ലീച്ച് ചെയ്തിട്ടല്ലോ എല്ലാവരും മുടിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ഈ ബ്ലാക്ക് മുടി ഭയങ്കര പാടാ കളറിലേക്ക് കയറാനേ. അപ്പോഴാണ് കംപ്ലൈൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കവറിങ്ങാ മുടിക്കുക. അപ്പം നമുക്കത് ഭയങ്കര സോഫ്റ്റും സിൽക്കിയാകും. പിന്നെ നമ്മൾ D3 വിറ്റാമിൻ ഗുളിയൊക്കെ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുടിക്ക് മുടി ഊരാണ്ടും പൊട്ടാണ്ടും ഒക്കെ നോക്കണമെങ്കിൽ. അപ്പം നമ്മൾ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഞാനിപ്പോൾ പറയുന്നത് ഇവിടെ പോയി D3 ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തോളാം. അപ്പോൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. മുടിയൊക്കെ ഇങ്ങനെ ഇട്ടാൽ നമുക്ക് കംഫോർട്ടാണ്. പകുതി പണി കഴിഞ്ഞു, മേക്കപ്പിൻ്റെ ഒക്കെ പകുതി പണി കഴിഞ്ഞു. മുടി സെറ്റ് ആയിട്ടിരിക്കുവാണെങ്കിൽ മേക്കപ്പ് ഒരു 75% ഓക്കെയാണ്. കറക്റ്റ്. പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ടൊന്ന് കണ്ടാണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ബാക്കി കാര്യം കഴിഞ്ഞു. ചുമ്മാ ഞാൻ തലേന്ന് കുറിക്കാൻ പോലും വേണ്ട. അപ്പൊ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കും. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഹെയറിന്റെ സ്റ്റൈലും ഇതൊക്കെ ഇങ്ങനെയാണ്. മൊത്തം ഞാനിപ്പോ കണ്ടിട്ടില്ല. മുടിയൊക്കെ ഇങ്ങനെ പൊട്ടി, അതിപ്പോ നമ്മുടെ മുടി പൊട്ടുമ്പോഴാണ് നിങ്ങൾ എപ്പോഴും ഓർക്കട്ടോ, ഹെയർ മേക്ക് ഓവറിന് വന്നത് പല്ല് പൊട്ടുമ്പോൾ നമ്മൾ കമ്പിയിടും, ക്യാപ്പിടും. കമ്പിയല്ല, ക്യാപ്പിടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹെയർ പൊട്ടിയ ഹെയറും കംപ്ലൈന്റ് ഉള്ള ഹെയറും ആട്ടോ ഈ മുടി ട്രീറ്റ് ചെയ്യേണ്ടത്. നല്ല സിൽക്കി ഹെയർ, ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ന്യൂജൻപിള്ളേരൊന്നും ഹെയർ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനൊട്ടും മുടിയെന്ന് പറഞ്ഞാൽ പക്ഷെ ആവശ്യത്തിന് മുടിയൊക്കെ ഉണ്ട്. ഇതാണ് ഈ മുടിയുടെ ഇത്. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിമനോഹരാകും കേട്ടോ. പിന്നെ ഭയങ്കര ടെൻഷൻ, ഒട്ടും മുടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ആ മുടിയൊന്നും അല്ല ഇതിപ്പോ. ഇങ്ങനെ കാണുമ്പോൾ ഇതാണ് മുടി. ഇതിപ്പോ മേലോട്ട് കെട്ടി വെച്ചിട്ടാണ് ഈ മുടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവകൃപയാൽ ഇത് നന്നായിക്കോളും. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരായ കാഴ്ച കാണാം കേട്ടോ. കരാട്ടിൻ നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്യാൻ പോണേ. ഈ മുടികൾക്ക് കരാട്ടിനേ പറ്റുള്ളൂ. കാരണം പൊട്ടലുണ്ട്, ഡ്രൈനെസ് ഉണ്ട്, വൈറ്റ് ഹെയർ ഉണ്ട്. ഇങ്ങനെ കളർ ചെയ്തൊക്കെ മുടിക്ക് കരാട്ടിനേ പറ്റുള്ളൂ. മറ്റൊരു ഒത്തിരി ഫ്രസി ആയി പോകും. ഫ്രഷ്നെസ് കുറയ്ക്കുക. കരാട്ടിൻ ഒത്തിരി സോഫ്റ്റ് ആക്കും മുടി. നമുക്ക് ഹെയർ സെറം പോലും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പൊ ഇതിന്റെ യേശുവിന്റെ കൃപയിൽ അതിമനോഹരമായ
റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് എന്തൊരു ടെൻഷനായിരുന്നു. മുടിയില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ മുടിക്കൊക്കെ ഉള്ളില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ മുടിക്ക് എവിടെ ഉള്ളില്ലാത്ത ഇത്രയും മുടിയൊക്കെ എല്ലാവർക്കും ഉള്ളൂ എന്ന് പറഞ്ഞു. പണ്ടത്തെ പനങ്കൊലി ആർക്കും ഒന്നുമില്ല, ഇപ്പൊ ഇത്രയൊക്കെ മുടിയുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ പുറകെ നോക്കി എന്ത് പ്രായം കുറവാ. ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് അതെ മുഖം കാണിക്കുമല്ലോ, അതിന് വേറെ കാശ് തന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറയാം പണ്ടത്തെ മുടിയിൽ നിന്ന് പറയുമ്പോൾ പനങ്കൊലിയൊക്കെ പണ്ടാണെന്ന് പറഞ്ഞ പോലെ ചേച്ചിട്ടുണ്ടല്ലോ കേൾക്കണം. ഈ മുടി ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിനും കഴിച്ച് മുട്ട ഇലക്കറിയൊക്കെ കഴിച്ച് ആരോഗ്യം നോക്കുവാണെങ്കിൽ ഈ മുടി നീണ്ടി പുട്ടങ്ങനെ എത്തും. കാരണം 5-6 വർഷമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ നേരെ അപ്പൊ നമുക്ക് ആ ഡിഫറൻസ് അറിയാം. പിന്നെ ഉണ്ടായി വരുന്നത് നല്ല തിക്കിലായിരിക്കും. അപ്പൊ ഇത് പണ്ട് ചെയ്ത മുടി ഇങ്ങനെ എല്ലൂമ്പിയിരിക്കും. ഇത് നല്ല തിക്കിലിങ്ങനെ വരും. അപ്പൊ നമുക്ക് ആ ഉള്ളിന്റെ വ്യത്യാസം അറിയാം. എന്റെ പൊടിക്ക് എപ്പോഴും മേലും താഴെ ഒരേ ഉള്ള ഇതിന്റെയൊക്കെ ഡിഫറൻസ് അറിയാൻ പറ്റും. നല്ല തിക്കിലിങ്ങനെ. അപ്പോ അടുത്ത തവണ വരുമ്പോ കൊച്ചിന്റെ തിക്നെസ് ഒക്കെ വ്യത്യാസം ഞാൻ കാണിച്ചിട്ടാണ്. 1 വർഷം കഴിഞ്ഞിട്ട് കേട്ടോ. മൊത്തം പേടിയാ. വീട്ടിൽ ചെല്ലുമ്പോ എന്ത് പറയുന്നൊക്കെ. വീട്ടിൽ ചെല്ലുമ്പോ ഒന്നും പറയാൻ പോള. എല്ലാം അധികം അവർ ഭയങ്കര ടെൻഷൻ അടിച്ചു വന്നേക്കണം. യേശുവിന്റെ നാമത്തെ ടെൻഷനൊക്കെ പോട്ടെ. അപ്പൊ ചെയ്തൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടല്ലോ. അതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ സന്തോഷമാണ്. മുടിയിലൊക്കെ എപ്പോഴും പിടിക്കേണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ മറ്റുള്ളവർ എന്ത് പറയുമോ ഞാൻ പറഞ്ഞു എല്ലാവരും എന്തെങ്കിലും പറഞ്ഞാൽ പറയാം. എന്റെ ഒരു ആഗ്രഹമാണ് മുടി 1 പ്രാവശ്യം ചെയ്യണമെന്ന്. അത് കാരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ആരും ഒന്നും പറയില്ല. ചിലർക്കുണ്ട് ഇങ്ങനെ കിളി ചോദിക്കണം. ചില നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലൊരു ഇത് അവരോട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്യാനും പറ്റില്ല. അപ്പൊ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അങ്ങനെ മറ്റുള്ള ഓരോരുത്തരുടെയും ആഗ്രഹമല്ലേ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ചെയ്യും. അപ്പൊ യേശുവിനെ എത്രയും മനോഹരായി. അപ്പൊ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം പോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മുടിക്ക് തിക്നെസ്സും വന്ന് മുടി നീണ്ടില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ വേണ്ട. ഞാൻ പറഞ്ഞ എല്ലാ ഗുണവും കിട്ടിയില്ലെങ്കിൽ പിന്നെ വഴിയേ വേണ്ട എന്നോട്. ഞാൻ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ശരിയെന്ന്.